ജനുവരി 20-നകം ബന്ദികളെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം റൊണാൾഡ് ട്രംപ് നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിയത് നെതന്യാഹുവാണ്. എന്നാൽ ട്രംപിന്റെ ഈ അന്ത്യശാസനക്ക് പിന്നാലെ ബന്ദികളുടെ വിഷയത്തിൽ ഹമാസിന്റെ വീഡിയോ സഹിതമുള്ള വെളിപ്പെടുത്തൽ കൂടി വന്നപ്പോൾ നെതന്യാഹുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറി കാണും. നൂറിലേറെ ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അവരെയെല്ലാം താൻ മോചിപ്പിച്ച് കൊണ്ടുവരുമെന്നുമുള്ള വാഗ്ദാനങ്ങളാണ് നെതന്യാഹു ബന്ദികളുടെ ബന്ധുക്കൾക്കും പ്രക്ഷോഭം നടത്തിയ ഇസ്രായേൽ ജനങ്ങൾക്കും നൽകിയിരുന്നത്. എന്നാൽ ബന്ദികളിൽ 33 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്നും കുറെ പേർ മിസ്സിംഗ് ആണെന്നുമുള്ള ഹമാസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ ശക്തമായ പ്രതിരോധത്തിലായിരിക്കുന്നത് നെതന്യാഹുവാണ്.